ഹലോ, എല്ലാവർക്കും നമസ്കാരം. ടെക് ശാസ്ത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പഴയ എപ്പിസോഡുകൾ എല്ലാവരും കണ്ടു. ഒരുപാട് പേര് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിന് വളരെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം കാറിൻ്റെ വീൽ എങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങളത് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് വണ്ടി മൂവ് ചെയ്യുന്നതിനേക്കാൾ സ്പീഡിൽ വീല് സ്ലിപ്പ് ചെയ്ത് കറങ്ങും. ഇതെങ്ങനെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അതായത് നമ്മൾ ഫസ്റ്റ് ഗിയർ ക്ലച്ച് കൊടുക്കുന്നു. ക്ലച്ച് കൊടുത്ത് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് വാഹനത്തിനെ ഇടുന്നു. ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റുകയാണ്. ഫസ്റ്റ് ഗിയറിലേക്ക് നമ്മൾ വാഹനത്തിനെ ഗിയർ ഇട്ടതിന് ശേഷം നമ്മൾ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് കൊണ്ടുവരാം. ക്ലച്ച് റിലീസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് വാഹനം മൂവ് ആവാൻ തുടങ്ങുന്നൊരു സ്റ്റേജ് ഉണ്ട്. അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് ആ വാഹനം മൂവ് ആവുമെന്ന് ചോദിച്ചാൽ മൂവ് ആവില്ല. എന്നാൽ അത് വാഹനത്തിൻ്റെ ചക്രങ്ങൾ എൻജിനുമായിട്ടുള്ള ബന്ധത്തിൽ വരികയും ചെയ്യും. ആ ഒരു പൊസിഷനാണ് ക്ലച്ചിൻ്റെ. ആ പൊസിഷൻ കഴിഞ്ഞ് പിന്നെയും നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്യുമ്പോഴാണ് വണ്ടി മൂവ് ആവുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വണ്ടീനെ ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് നിർത്തുക എന്നുള്ളതാണ്. നിർത്തിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം പയ്യെ ആക്സിലേറ്റർ കൊടുക്കണം. ആക്സിലേറ്റർ കുറച്ച് നമ്മുടെ വണ്ടിയുടെ റൊട്ടേഷൻ RPM കൂട്ടി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൂട്ടുന്നതിനോടൊപ്പം തന്നെ കുറച്ചുകൂടെ നമ്മൾ സാധാരണ റിലീസ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ വേഗത്തിൽ നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുകയാണെങ്കിൽ ഈ വണ്ടിയുടെ വീലുകൾ ഡ്രിഫ്റ്റ് ചെയ്ത് കറങ്ങി വണ്ടി പതുക്കെ മുന്നോട്ട് പോകും. അതിനേക്കാൾ വേഗത്തിൽ വീലുകൾ റോട്ടിൽ തെന്നി നീങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇത് ലൈവ് ഒന്ന് കണ്ടു നോക്കാം. ഡ്രിഫ്റ്റിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ പൊതുസ്ഥലങ്ങളിൽ പരീക്ഷിക്കാതിരിക്കുക ഇത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.